സ്വയം കുഴിച്ച കുഴിയിൽ വീഴുക എന്ന് പറയാറില്ലേ? അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന് സംഭവിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. വസ്തുതകൾ പഠിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് ശരിയാണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഒരു പൊതുബോധം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. വി.ഡി. സതീശൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് ആധികാരികമായി പറയുന്ന ആളാണ് എന്ന്. പക്ഷേ മുഖ്യമന്ത്രിയായി 2 ആഴ്ച കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും തകർന്ന് വീണു വി.ഡി. സതീശൻ എന്ന ഈ പൊതുബോധ നിർമ്മിതി. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം എടുത്താൽ മതി. കേരളം വലിയ കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. 6 ലക്ഷം കോടിയുടെ കടം അത് കേരളത്തിന് സമ്മാനിച്ചാണ്, അതല്ലെങ്കിൽ UDF-ന് സമ്മാനിച്ചാണ് പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുന്നത്. 6 ലക്ഷം കോടിയുടെ കടം എന്ന് പറഞ്ഞില്ലേ വി.ഡി. സതീശൻ? പറഞ്ഞു, കേൾക്കുക. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ശ്രീ പിണറായി വിജയൻ അടുത്ത മാസം സലാം പറയാൻ പോകുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കടക്കണിയിലേക്ക് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഈ ഭരണകൂടം വിട പറയുന്നത്. എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് ധവളപത്രം പുറത്തു വന്നതോടുകൂടി തെളിഞ്ഞു. മുൻ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ധവളപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടിയാണ് എന്ന്. കൃത്യമായി പറഞ്ഞാൽ 5.07 ലക്ഷം കോടിയാണ് എന്ന് ബാലഗോപാലിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ടും UDF കുറേ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിൻ്റെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 10-13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. കാരണം ഇപ്പോൾ വരെയുള്ള കടം നോക്കുമ്പോഴാണ് 5,07,000 കോടി. ഞാൻ പറഞ്ഞ 4,88,000 കോടി ഉണ്ടായിരുന്നുള്ളത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വസ്തുതയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ശരിയല്ല എന്നും തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് വി.ഡി. സതീശൻ. ഇതാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ. കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക, നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കള്ളം പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി തോന്നും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിന് സംഭവിച്ചത്. കേരളം കടക്കെണിയിലാണ്. ഇതായിരുന്നു ഒരു പ്രചാരണം. UDF സർക്കാരിന്റെ കാലത്ത് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി കാലത്ത് അവസാന വർഷത്തിൽ കടത്തിന്റെ അനുപാതം 100% വർദ്ധിച്ചത്. 100%. ഇപ്പോൾ അതുണ്ടോ? കുറഞ്ഞില്ലേ? എന്താണ് ധവളപത്രത്തിൽ പറയുന്നത്? വായിച്ചിട്ടുണ്ടോ വി.ഡി. സതീശൻ? വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് ഒക്കെ തെറ്റിയില്ലേ എന്ന്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ആലോചിക്കണം. വി.ഡി. സതീശൻ പറയുന്നത് വസ്തുത അനുസരിച്ചല്ല, പഠിച്ചല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ധവളപത്രം തന്നെ വിളിച്ചു പറയുന്നുണ്ട് എന്ന്. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് എത്രയോ കാര്യങ്ങൾ ധവളപത്രത്തിൽ. ഇനിയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. അടുത്ത സ്റ്റോറിയിൽ നമുക്ക് അതും കേൾക്കാം.